നമസ്കാരം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2016 ഏപ്രിൽ മുതൽ ഒരു വർഷത്തേക്ക് വളരെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം, സ്വസ്ഥത, ദാമ്പത്യ സൗഖ്യം എന്നിവ ഉണ്ടായതിൽ നിന്നും സെപ്റ്റംബർ മുതൽ ഈ വക അനിഷ്ടാവസ്ഥകൾ, ഈ വക ഗുണകരമായിട്ടുള്ള രീതിയിൽ നിന്നും പിന്മാറി കുടുംബാംഗങ്ങളിൽ നിന്നും വേർപെട്ട് താമസിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനിടയുണ്ട്. മാനസികമായിട്ടുള്ള സംഘർഷം വർദ്ധിക്കും. അവിചാരിതമായി ഉദ്യോഗം നഷ്ടപ്പെട്ടതിനാൽ വിദേശത്തു നിന്നും ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുവാനും മുൻപുണ്ടായിരുന്ന ജോലിയിൽ പുനഃപ്രവേശനം നടത്തുവാനും ഇടയുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ആഗസ്റ്റ് മാസം മുതൽ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. ആയതിനാൽ ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുന്നതോ പണം കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഒക്കെ തന്നെ ഈ ആഗസ്റ്റ് മാസം മുതൽ നന്നല്ലാത്തതാണ്. സ്വന്തം നിലയിൽ തീരുമാനിക്കുന്ന പദ്ധതി സമർപ്പണം, പരീക്ഷാ നിരീക്ഷണങ്ങൾ മുതലായവയൊക്കെ തന്നെ ആവുന്നതും ആഗസ്റ്റ് മാസത്തിന് മുൻപ് നടത്തുന്നതോ അവലംബിക്കുന്നതോ നന്നായിരിക്കും. പൊതുവെ ആഗസ്റ്റ് മാസം മുതൽ ചതയ നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ അനുഭവപ്പെടും. ദേഹാസ്വാസ്ഥ്യങ്ങളാൽ മാനസികമായിട്ടുള്ള ഭ്രാന്തി വർദ്ധിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറേണ്ടതാണ്. വിട്ടുവീഴ്ച മനോഭാവത്താൽ മാത്രമേ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയുള്ളൂ. ഏതൊരു കാര്യവും വളരെ ഈശ്വര പ്രാർത്ഥനകളോടുകൂടി, ആത്മനിയന്ത്രണത്തോടുകൂടി ഇതായിട്ടുള്ള സമീപനം ചതയ നക്ഷത്രക്കാർ ഈ ആഗസ്റ്റ് മാസം മുതൽ ഒരു വർഷത്തേക്ക് വേണ്ടതാണ് എന്നുകൂടി പറയുന്നു. ഇതാണ് ചതയ നക്ഷത്രക്കാരുടെ ഈ 2016 ആണ്ടിലെ വിഷഫലം. നമസ്കാരം.